ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്ക് ടെല്ലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലൈവ് ട്രേഡിംഗ് സെഷനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഓൺഗോയിങ് ട്രേഡ് ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് ജസ്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി നല്ല രീതിയിലൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നല്ലൊരു റാലി, അപ്സൈഡ് റാലി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റി. ഇപ്പോൾ വീണ്ടും ഒരു ഡൗൺ സൈഡ് റാലിയാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു വി ഷേപ്പിലുള്ള ഫോർമേഷൻ ആണ് നിഫ്റ്റി ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ പ്രീവിയസ്ലി നമുക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവൽ വരെ നിഫ്റ്റിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ ശേഷം നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് നമ്മുടെ ഈ ഒരു നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത ട്രേഡ്, ഞാൻ നേരത്തെ എടുത്തു എന്ന് പറഞ്ഞ ട്രേഡ് ഞാൻ നിഫ്റ്റി ഓപ്ഷൻസിലാണ് എടുത്തത്. അത് ഓൾമോസ്റ്റ് എടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിലാണ്. നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഈ ഒരു 5 മിനിറ്റിന്റെ ചാർട്ട് ഒന്നുകൂടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് 3 മിനിറ്റിലോട്ട് മാറ്റുവാണ്. സോ ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഫോം ചെയ്തിട്ടുള്ള ലോ ആണ് ഈ കാണുന്നത്. സോ അത് വെച്ചിട്ട് ഞാനൊരു ലെവൽ വരച്ചു, അതായത് ഒരു സപ്ലൈ ഡിമാൻഡ് സോൺ വരച്ചു. എന്നിട്ട് ഈ ഒരു ലെവലിൽ നമ്മുടെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ, അതായത് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നമുക്കിവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാൻ പറ്റും. മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പി എടുത്ത് ബൈ ചെയ്തു. അപ്പോൾ ആ ഒരു പൊസിഷനാണ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നല്ലൊരു ഡൗൺ സൈഡ് റാലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളൂ. നിഫ്റ്റി നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ആ ഒരു ടാർഗറ്റ് ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലെവലിലാണ് ആക്ച്വലി ടാർഗറ്റ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ എടുത്തിട്ട് ക്ലോസ് ചെയ്യാണ്. ഞാൻ ഫയേഴ്സിലാണ് ട്രേഡ് എടുത്തത്. നമുക്ക് നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1500 പ്രോഫിറ്റിൽ ഞാനിവിടെ എക്സിറ്റ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യാണ്. പ്രൈസ് നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സിറ്റ് ഒരുവിധം കറക്റ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നാണ് പ്രൈസ് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നത്. നല്ലൊരു റിയാക്ഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാലും ഒരു ട്രെൻഡ് നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്ക് താഴോട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1686, ഓൾമോസ്റ്റ് ഒരു 1600 രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്കിന്ന് ലെവലുള്ള ഒരു പ്രോഫിറ്റ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കളക്ട് ചെയ്തത് 30 പോയിന്റ്സ് ആണ്. അതായത് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കളക്ട് ചെയ്തത് 30 പോയിന്റ്സ് ആണ്. അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഹെവി ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇതിനകത്ത് കിട്ടിയേനെ. പിന്നെ ഈ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചാർട്ടിൽ ഞാൻ ഈ മാർക്ക് ചെയ്ത ലെവൽസ് ആക്ച്വലി നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. അതായത് ഈ ഒരു ചാർട്ടിനെ കണക്ട് ചെയ്ത് മാത്രമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ലെവൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാതെ നേരെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസിന്റെ ചാർട്ട് പോയി അനലൈസ് ചെയ്ത് അതിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഫെയിൽ ആവത്തുള്ളൂ. കാരണം ഇതിൽ നമുക്ക് കുറെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടൈം ഫാക്ടർ, അതുപോലെ തന്നെ ഇൻട്രൻസിക് വാല്യൂ, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇതിന്റെ വാല്യൂസ് നമുക്ക് ഈ ഓപ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ആവുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാൻഡിസ്റ്റിക് ആയിരിക്കില്ല തരുന്നത്. പക്ഷെ നമുക്ക് ഇൻഡെക്സ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് ബേസ് ചെയ്ത്, അതായത് ഇൻഡെക്സിൽ എവിടെയാണോ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് എത്തുന്നത്, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തത് എൻ്റെ ആ ഒരു എൻട്രി ലെവൽ മാത്രമാണ്. ഇവിടെ നമുക്ക് എൻട്രി കിട്ടി. അതിനുശേഷം ഞാൻ ഹോൾഡ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ലോന് താഴെ ഞാൻ വെച്ചു. എന്നിട്ട് ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു 50 ക്വാണ്ടിറ്റി നമുക്കൊരു 1600 അടുത്ത് പ്രോഫിറ്റ് തന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു എക്സിറ്റ് ലെവൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ എക്സിറ്റ് ചെയ്ത ആ ലെവലിൽ നിന്ന് ഇപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പോസിറ്റീവ് സൈഡ് എടുക്കാൻ നോക്കത്തില്ല. പിന്നെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോൺ കണ്ടെത്തിയിട്ട് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ട്രേഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. A few moments later. സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് സപ്ലൈ സോണാണ് നമ്മൾ നേരത്തെ വരച്ചത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു ട്രേഡ് എടുത്ത്. അപ്പോൾ വീണ്ടും അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു റിയാക്ഷൻ കാണാൻ പറ്റും. ആ ഒരു റിയാക്ഷനാണ് നമ്മൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ വീണ്ടും ഒരു സ്കാൽപ്പിംഗ് ട്രേഡ്, അതായത് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ 1 to 5 മിനിറ്റ്സിനുള്ളിൽ വന്ന ഒരു ട്രേഡാണ്. പെട്ടെന്ന് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു. ഒരു 200 ക്വാണ്ടിറ്റീസ് ഞാൻ പി ബൈ ചെയ്തു അവിടെ വെച്ചിട്ട്. എന്നിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരെ ഞാൻ ഹോൾഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1000 അടുത്ത് വീണ്ടും ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ട്രേഡ് എടുത്തത്. അതിനുശേഷം ഈ ഒരു ഗ്രീനിന്റെ അപ്പ് ക്യാൻഡിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്തു. ഇപ്പം നമ്മുടെ പ്രോഫിറ്റ് വീണ്ടും
കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2464 ആയിട്ടുണ്ട്. നേരത്തെ 1600 ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 800, അതായത് ഒരു 4 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നമ്മൾ സ്കാൽപ്പിംഗ് വഴി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനതിപ്പോൾ ആക്ച്വലി ട്രേഡ് മൊത്തം ക്ലോസ് ചെയ്യാതിരുന്നായിരുന്നു. എന്നിട്ടാണ് നിഫ്റ്റിയിൽ ഈ ഒരു സഡൻ മൂവ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്തത്. സോ ഇന്നത്തെ ഡേ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ലെവൽസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ആയാലും എക്സിറ്റ് ആയാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവൽസിലായിരുന്നു. ഇപ്പോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ എടുത്ത ആ ഒരു സെൽ എൻട്രി എടുത്ത ലെവൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് ഡിമാൻഡ് സോൺ ആയിട്ട് വർക്ക് ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റ് കമ്പയർ ചെയ്ത് വലിയൊരു ലോസ് നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ കാണാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഒരു 61 പോയിന്റ്സിന്റെ ലോസ് മാത്രമാണ് നിഫ്റ്റി നമുക്ക് ഇന്ന് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോക്കുകളായാലും വലിയൊരു അപ്പ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകൾ വന്നിട്ടില്ല. നമുക്ക് മാക്സിമം ടോപ്പ് ഗെയിനറിൽ വന്നിട്ടുള്ളതോടെ ആക്സിസ് ബാങ്ക് ആണ്. ഓൾമോസ്റ്റ് 2.96% ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ആണ്. അത് ഓൾമോസ്റ്റ് 5% ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് കുറച്ച് കയറിയതാണ്. ഇപ്പോൾ 3.79% ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഫുൾ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്തത് നല്ലൊരു നെഗറ്റീവ് ആയിരുന്നു. എന്നാലും മാർക്കറ്റ് കുറെ തിരിച്ച് കയറിയിട്ടുണ്ട്. സെക്ടർ വൈസ് ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളത് ഇന്ന് ടെക്നോളജി സെക്ടർ ആണ്. 0.64% പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും നെഗറ്റീവ് വന്നിട്ടുള്ളത് ഫാർമ സെക്ടർ ആണ്. 1.31% നെഗറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ ലോസ് ചെയ്തിട്ടുള്ളത് PL ആണ്. അതുപോലെ തന്നെ ബയോകോണും ഓൾമോസ്റ്റ് 2% അടുത്ത് ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളത്തെ ആ ഒരു നിഫ്റ്റിയുടെ മാർക്കറ്റ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ട് എടുത്ത് നോക്കാം. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് നമുക്ക് നോക്കിയാൽ കാണാം ഫുൾ അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ല. കാരണം ഇപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ, അതായത് ഇപ്പോൾ 3:30 കഴിഞ്ഞിട്ട് ഈ ഒരു രാവിലെ 9 മണി ടൈമിൽ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ ഗ്ലോബലായിട്ട് കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിഫ്റ്റിയിൽ ഞാനിപ്പോ ഒരു നെക്ക് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ യെല്ലോ ഡോട്ടഡ് ലൈനാണ് നെക്ക് ലൈൻ. അപ്പോൾ എന്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ സൈഡ് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. അപ്പൊ എന്തായാലും അത് എല്ലാവരും നോക്കി വെച്ചേക്കാം. ഞാനിപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും യൂട്യൂബിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തത് മൊത്തം ഫയേഴ്സിലാണ്. അപ്പോൾ ഫയേഴ്സിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ചാർട്ട് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ കാണിച്ച പോലെ തന്നെ നമുക്ക് ഓരോ ലെവൽസ് എടുത്തിട്ട് അവിടെ നമുക്ക് ലൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ ലെവൽസിൽ എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് സെറോദ കൈറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഫയേഴ്സും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു 2464 ആണ്. നല്ലൊരു പ്രോഫിറ്റ് ലെവലാണ്. ഞാൻ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകളായി പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടുവയ്ക്കുക. കാരണം നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 8 പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഇഷ്ടംപോലെ പാർട്സ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് 8 പാർട്സ് നിങ്ങൾ കണ്ട് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. മാക്സിമം എല്ലാവരും ലൈക്കും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.